നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കൃതുരോഗത്തെക്കുറിച്ചാണ്. കൃതുരോഗം ഇടതടവില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അത്ഭുതകരവും അതിശക്തവും സർവപ്രധാനവുമായ ഒരു അവയവമാണ് മനുഷ്യൻ്റെ ഹൃദയം. അത് ഒരു ദിവസം 1,00,000 തവണയാണ് രക്തത്തെ പുറത്തേക്ക് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പമ്പ് ചെയ്ത് പുറത്തേക്ക് വിടുന്ന രക്തത്തിൻ്റെ അകത്തേക്ക് ഏകദേശം 18ഓളം വരുമെന്ന് കണക്കെടുക്കപ്പെട്ടിരിക്കുന്നു. ഈ രക്തം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന രക്തധമനികളുടെ നീളമാകട്ടെ 2,25,000 കിലോമീറ്റർ. ശരീരത്തിൻ്റെ ഭാഗങ്ങളിലും രക്തം എത്തിച്ചു കൊടുക്കുകയാണ് ഹൃദയത്തിൻ്റെ ജോലി. ശരീരത്തിൽ എവിടെയെങ്കിലും സാധാരണയിൽ കൂടുതലായി രക്തം എപ്പോഴെങ്കിലും ആവശ്യമായി വന്നാൽ അതും എത്തിച്ചു കൊടുക്കാനുള്ള ചുമതല ഹൃദയത്തിനുണ്ട്. ശരീരത്തിൻ്റെ സ്വസ്ഥതയും നിലനിൽപ്പും ഹൃദയത്തിൻ്റെ പ്രവർത്തനശീലവും ആശ്രയിച്ച് ഇരിക്കുന്നു. ഇപ്രകാരം ശരീരത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയത്തിന് അതിൻ്റെ സ്വന്തം ആവശ്യത്തിനുള്ള ഭക്ഷണം, രക്തം കിട്ടാതെ വരുന്ന ഒരു സ്ഥിതിവിശേഷം ചിലപ്പോൾ സംജാതം ആക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഹൃദയം അതിൻ്റെ ഉടമയ്ക്ക് നൽകുന്ന നോട്ടീസാണ് നെഞ്ചുവേദന, ആഞ്ജിനയും തുടർന്നുള്ള മറ്റ് ലക്ഷണങ്ങളും. രോഗങ്ങളൊന്നും തന്നെ പെട്ടെന്നൊരു ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല. അതിൻ്റെ തുടക്കം കുറിച്ചിട്ട് ദിവസങ്ങളും മാസങ്ങളും ചിലപ്പോൾ വർഷങ്ങളും കഴിഞ്ഞിരിക്കണം. രോഗി അതൊന്നും അറിയുന്നതും ഇല്ല. അഥവാ അറിഞ്ഞാൽ തന്നെയും അതിൻ്റെ ഭവിഷ്യത്തിനെ പറ്റി ചിന്തിക്കുന്നില്ല. അവഗണിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് രോഗി തനിക്കെന്തോ സംഭവിച്ചു ഇരിക്കുന്നു എന്ന് അറിയുന്നത്. ഹൃദ്രോഗികളെ സംബന്ധിച്ചിട്ടുള്ള വസ്തുനിഷ്ഠമായ ഒരു സത്യമാണത്. ഹൃദയത്തിൻ്റെ മാംസപേശികൾക്കാവശ്യമായ പോഷക രക്തം എത്തിച്ചു കൊടുക്കുന്നത് കൊറോണറി ആർട്ടറീസ് എന്ന 2 ചെറിയ രക്തധമനികളാണ്. അവയുടെ നീളം 8 ഇഞ്ചും വ്യാസം 1 ഇഞ്ചിൻ്റെ 8-1 ശരീരത്തിന് അധ്വാനം കൂടുമ്പോൾ മനസ്സ് പ്രക്ഷുബ്ധം ആകുകയും ഹൃദയത്തിന് അധ്വാന ഭാരം വർദ്ധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായും ഹൃദയത്തിൻ്റെ മസിലുകൾക്ക് കൂടുതൽ പോഷക രക്തം ആവശ്യപ്പെടുന്നു. കൊറോണറി ആർട്ടറീസ് വഴിയാണ് ഇത് സപ്ലൈ ചെയ്യേണ്ടത്. എന്നാൽ ഇതിൽ കൂടി സഞ്ചരിക്കുന്ന രക്തത്തിൻ്റെ കൊഴുപ്പിൻ്റെ അംശം കൂടുതൽ ആയിരിക്കുകയോ രക്തം കിട്ടാതെ വരികയോ ചെയ്താൽ മേൽപ്പറഞ്ഞ ചെറിയ ധമനികളിൽ ഉള്ള രക്തത്തിൻ്റെ യാത്ര മന്ദഗതിയിൽ ആകുകയും തടസ്സപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ആണ് നെഞ്ചുവേദന അനുഭവപ്പെടുന്നത്. ഇതാണ് ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണം. ഈ വേദന ഇടതുവശം നെഞ്ചിൽ ആരംഭിച്ച് ക്രമേണ കഴുത്തിലേക്കും ഇടത് തോളു വഴി കൈയിലേക്കും വ്യാപിക്കുന്നു. അതോടുകൂടി ദേഹം മുഴുവനും വിറയ്ക്കുകയും ചെയ്യുന്നു. ഹൃദയത്തിൻ്റെ അധ്വാനഭാരം വർദ്ധിക്കുമ്പോൾ ആണ് മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളോടുകൂടി ഹൃദ്രോഗം, ഹാർട്ട് അറ്റാക്ക് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഹൃദ്രോഗം ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ: 1. അമിത ആഹാരം. 3 നേരവും കുശാലായി ഭക്ഷണം കഴിക്കുക എന്നതാണ് പലരുടെയും സുഖജീവിതത്തിൻ്റെയും മാന്യതയുടെയും ലക്ഷണം. മത്സ്യം, മാംസം, മുട്ട മുതലായവ സസ്യാഹാരമായ ഈ വിഭാഗത്തിൽ പെട്ടവർക്ക് അനുപക്ഷിതവും ആണ്. ഇതിനു പുറമെ ഇടയ്ക്ക് ചായ, കാപ്പി, ബിസ്ക്കറ്റ് മുതലായവ കഴിക്കുകയും ചെയ്യുന്നു. പിന്നെ കിടക്കാൻ നേരത്ത് 1 ഗ്ലാസ് പാല് നിർബന്ധമാണ്. 3 നേരവും ഭക്ഷണം കഴിക്കുന്നത് തന്നെ അമിതാഹാരമാണ്. അവരാണ് മഹാരോഗികളായി തീരുന്നത്. ത്രിഭുജം മഹാരോഗി. സസ്യഭോജികൾക്ക് പ്രേരണ
അമിതാഹാരം സാധ്യമല്ല. അഥവാ ആഹാരം അമിതമായാൽ സസ്യാന്തര പദാർത്ഥങ്ങളെപ്പോലെ ദഹിക്കാൻ ദീർഘസമയം എടുക്കുകയും ഉദരത്തിൽ കിടക്കുന്ന ദുഷിക്കുകയും ചെയ്യുന്നില്ല. ആശുപത്രികളിലെ രോഗികളിൽ ബഹുഭൂരിപക്ഷവും മാംസഭോജികളാണെന്ന വസ്തുത ഓർമ്മിക്കുക. സസ്യഭോജികൾക്കൊന്നും താരതമ്യേന മാരക രോഗങ്ങളും മഹാരോഗങ്ങളും കുറവാണ്. എന്നാൽ ഇവർക്ക് മറ്റൊരു ദുശ്ശീലമുണ്ട്. ഉപ്പും മുളകും പുളിയും മധുര പലഹാരങ്ങളുമൊക്കെ ധാരാളം കഴിക്കുകയും അത് രോഗത്തിന് വഴി ഒരുക്കുന്നതാണ്. 2. മദ്യപാനവും പുകവലിയും. 3. വ്യായാമരഹിതമായ ജീവിത രീതി. 4. അനിയന്ത്രിതങ്ങളായ ഇന്ദ്രിയങ്ങളും മനസ്സും. ഇങ്ങനെ 4 പ്രധാന കാരണങ്ങളാണ് ഹൃദ്രോഗത്തിന് മൊത്തത്തിൽ പറയാവുന്നത്. ഹൃദ്രോഗം ഉണ്ടാകാനുള്ള മറ്റൊരു അനിഷേധ്യമായ കാരണം പനി, തലവേദന, ജലദോഷം തുടങ്ങിയ നിസ്സാര രോഗങ്ങൾ പോലും അലോപ്പതി ചികിത്സകൾ കൊണ്ട് സപ്രസ് ചെയ്യുന്നതും പിടിച്ചു നിർത്തുന്നതും അവരുടെ മരുന്നുകളിൽ അടങ്ങിയിരിക്കുന്ന വിഷാംശങ്ങളാണ്. ഇതിൻ്റെ ദോഷം തട്ടുന്നത് പ്രധാനമായും ഹൃദയത്തിനാണ്. ഹൃദയമാകുന്ന പമ്പ് സെറ്റുകളുടെ വാൽവുകൾക്ക് സംഭവിക്കുന്ന ബലക്ഷയമാണ് ഹൃദ്രോഗത്തിൻ്റെ മറ്റൊരു വശം. അലോപ്പതി മരുന്നുകളുടെയും നിരന്തര ഉപയോഗവും രക്തസമ്മർദ്ദവും ബി.പി ആണ് വാൽവുകളെ ദുർബലപ്പെടുത്തുന്നത്. യോഗാപ്രകൃതി ചികിത്സയിൽ രോഗികളെ കിള്ളിത്തിരിക്കുന്ന അവയുടെ ലക്ഷണങ്ങളും സ്വഭാവങ്ങളുമൊന്നും നോക്കേണ്ട കാര്യമില്ല. രോഗത്തെയല്ല, രോഗിയെയാണ് ഇവിടെ ലക്ഷ്യമാക്കുന്നത്. രോഗിയുടെ ആരോഗ്യം വീണ്ടെടുക്കണം, അതാണ് പ്രധാന കാര്യം. അപ്പോഴാണ് രോഗം മാറി വരുന്നത് തീർച്ച. ഹൃദ്രോഗവും യോഗയും. ഹൃദ്രോഗികൾ ശക്തിശരങ്ങളായ കായിക അഭ്യാസങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അതെല്ലാം ഹൃദയത്തിൻ്റെ അധ്വാനം വർദ്ധിപ്പിക്കുകയാണ്. എന്നാൽ കാര്യമായ കായിക ശക്തിയുടെ ആവശ്യമില്ലാത്ത യോഗാസനങ്ങളും പ്രാണായാമങ്ങളും അഭ്യസിക്കുന്നതിൽ യാതൊരു അപകടവും ഇല്ല. യുവാവ്, വൃദ്ധൻ, അതിവൃദ്ധൻ, രോഗി, ദുർബലൻ എന്നിവർക്കെല്ലാം യോഗ ചെയ്യാമെന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. യോഗയും നിങ്ങളുടെ ഹൃദയം. യോഗ ആൻഡ് യുവർ ഹാർട്ട് എന്ന പേരിൽ ഒരു പുസ്തകം പ്രസിദ്ധ ഹാർട്ട് സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ ദാത്ത, ഡോക്ടർ കരാട്ടെ, ഡോക്ടർ സോളി പ്രാവി എന്ന 3 പേർ ചേർന്ന് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ വിദഗ്ധ അഭിപ്രായങ്ങളുടെയും പ്രധാനപ്പെട്ട യോഗ കേന്ദ്രങ്ങളിലെ പരീക്ഷണ നിരീക്ഷണങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ള നിയമങ്ങളും അടിസ്ഥാനത്തിലുമാണ് ഹൃദ്രോഗത്തിനു ഫലപ്രദമായിട്ടുള്ള യോഗാസനങ്ങൾ തിരഞ്ഞെടുത്തത് ഇതിൽ ചേർത്തിരിക്കുന്നത്. ഡോക്ടർ ദാത്ത യോഗ അഭ്യസിച്ചു പോയിരുന്ന ആളായിരുന്നു. പരസഹായം കൂടാതെ ഇരിക്കാനും എഴുന്നേൽക്കാനും നടക്കാനും കിടക്കാനുമൊക്കെ സാധിക്കുന്ന ഏതൊരു ഹൃദ്രോഗിക്കും ഇതിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ലളിതമായി ആസന പ്രാണായാമങ്ങളും അഭ്യസിക്കാവുന്നതാണ്. എന്നവരിൽ ഹൃദ്രോഗത്തിൻ്റെ പ്രകടമായ ലക്ഷണങ്ങളിൽ നിന്നും മുക്തരായി ഇരിക്കണം. ഒരു തവണ ഈ രോഗത്തിൽ പിടിപെട്ടവരുടെ മനസ്സിൽ എപ്പോഴും ഭീതിയുടെ നിഴൽ ഉണ്ടാകും. വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചുമായിരിക്കും അവരുടെ ചലനങ്ങൾ തന്നെ. അതിൽ പറഞ്ഞിരിക്കുന്ന പദ്ധതികൾക്കനുസരിച്ച് കുറച്ചു ദിവസം പരിശീലിക്കുമ്പോൾ ക്രമേണ അതെല്ലാം കുറഞ്ഞു വരുന്നതാണ്. അഭ്യസിക്കുന്നത് ശ്രദ്ധാഭക്ത വിശ്വാസികളോട് കൂടി ഒരു മഹത്തായ കൃത്യം നിർവഹിക്കുന്നു എന്ന മട്ടിലായിരിക്കണം. കേവലം യാന്ത്രികമായിരിക്കരുത്. മനസ്സും ശരീരവും ഒപ്പത്തിനൊപ്പം നിൽക്കണം. ശരീരത്തിനകത്ത് പ്രവർത്തിക്കുന്ന എല്ലാ അവയവങ്ങൾക്കും കഴിവും കരുത്തും മനസ്സിന് ദൃഢതയും നിയന്ത്രണവും
നിർഭേദവും വരുത്തുകയാണ് യോഗയുടെ ലക്ഷ്യം. ഹൃദ്രോഗികൾ നേരത്തെ ഉറങ്ങണം, നേരത്തെ എഴുന്നേൽക്കണം. ഹൃദ്രോഗികൾക്കുള്ള യോഗ ചികിത്സ. ഒന്നാമത്തെ ആഴ്ച പ്രാർത്ഥന 2 മിനിറ്റ്, ധ്യാനം 2 മിനിറ്റ്, ശവാസനം 5 മിനിറ്റ്, ശ്വസനക്രിയ 10 തവണ, അർദ്ധമേരുദണ്ഡാസനം ഓരോ കാലും മാറി മാറി 3 തവണ വീതം, ശവാസനം 10 മിനിറ്റ്, പ്രാണായാമം ഉജ്ജ്വലമായി ദീർഘശ്വാസം 10 തവണ, ധ്യാനം 3 മിനിറ്റ്, പ്രാർത്ഥന 2 മിനിറ്റ്. ആദ്യത്തെ ആഴ്ചയിൽ ഇത്രമാത്രം ചെയ്യുക. യാതൊരു ബുദ്ധിമുട്ടും ഉള്ളതല്ല. സമയവും സൗകര്യമുള്ളവർ ഇത് കാലത്തും വൈകിട്ട് സൂര്യാസ്തമനത്തിനു മുമ്പേ ചെയ്യുക. യോഗ വിഭാഗങ്ങളിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ വിശദീകരണവും ശരിക്കും ഗ്രഹിച്ചുകൊണ്ട് അഭ്യസിക്കാൻ തുടങ്ങുക. ശവാസനം ഹൃദ്രോഗികൾക്ക് ബിപിക്കാർക്കും അതിവിശിഷ്ടമായ ഒന്നാണ്. ശവാസനം കൊണ്ട് ശരീരത്തിനും മനസ്സിനും കിട്ടുന്ന പൂർണ്ണ വിശ്രമം മറ്റൊരു വിധത്തിലും കിട്ടുന്നതല്ല. ഇനി അടുത്ത ആഴ്ചയിൽ അഭ്യസിക്കേണ്ട ആസനങ്ങൾ പറയാം. മൂന്നാമത്തെ ആഴ്ച പ്രാർത്ഥന, ധ്യാനം, ശവാസനം, ശ്വസനക്രിയ 15 തവണ, അർദ്ധമേരു ദണ്ഡാസനം 4 തവണ വീതം ഓരോ കാലും മാറി മാറി, പൂർണ്ണ മേരു ദണ്ഡാസനം 3 തവണ, അർദ്ധ പവനമുക്താസനം ഓരോ വശവും മാറി മാറി 4 തവണ വീതം, പൂർണ്ണ പവന മുക്താസനം 4 തവണ, ഭുജംഗാസനം 2 തവണ. ഒരു ഭുജംഗാസനം കഴിഞ്ഞ് 15 സെക്കൻഡ് വിശ്രമിക്കുക. വീണ്ടും ആരംഭിക്കുക. തുടർന്ന് 2 മിനിറ്റ് വിശ്രമിക്കുക. അർദ്ധ ശലഭാസനം ഓരോ കാലും മാറി മാറി 2 പ്രാവശ്യം വീതം, 2 മിനിറ്റ് വിശ്രമം. വിപരീതകരണി മുദ്ര 3-4 പ്രാവശ്യം 10 സെക്കൻഡ് വീതം. ക്രമേണ സമയം കൂട്ടാം. ശവാസനം 15 മിനിറ്റ്. ഉജ്ജ്വലമായ പ്രാണായാമം 15 തവണ. തുടർന്ന് ധ്യാനവും പ്രാർത്ഥനയും. വൈകിട്ട് ശവാസനവും പ്രാണായാമവും മാത്രം ചെയ്യുക. പ്രാണായാമം ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഇടയ്ക്കിടെ സാധാരണ പോലെ 1-2 ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതും വീണ്ടും പ്രാണായാമം തുടരാവുന്നതും ആണ്. നാലാമത്തെ ആഴ്ച താഴെ പറയുന്ന പരിപാടി അനുസരിച്ച് എന്നും കാലത്ത് യോഗ ചെയ്യുക. വൈകിട്ട് ശവാസനം, പ്രാണായാമം, ധ്യാനം, പ്രാർത്ഥന എന്നിവ മാത്രം മതിയാകും. പ്രാർത്ഥന, ധ്യാനം, ശവാസനം, ശ്വസനക്രിയ 20 തവണ, അർദ്ധമേരു ദണ്ഡാസനം 5 വീതം ഓരോ കാലും മാറി മാറി, പൂർണ്ണ മേരുദണ്ഡാസനം 3 തവണ, അർദ്ധപവനമുക്താസനം 5 തവണ വീതം ഓരോ വശവും, പൂർണ്ണപവന മുക്താസനം 5 തവണ, ഭുജംഗാസനം 3 തവണ, അർദ്ധശലഭാസനം 3 വീതം ഓരോ കാല് മാറി മാറി, പൂർണ്ണ ശലഭാസനം 2 വീതം 3 മിനിറ്റ് വിശ്രമം. വിപരീതകരണി മുദ്ര വിഷമം കൂടാതെ 5 മിനിറ്റ് നിൽക്കണം. അങ്ങനെ അല്ലെങ്കിൽ 3-4 തവണ 5 മിനിറ്റ് വീതം നിൽക്കാൻ നോക്കുക. ശവാസനം 15 മിനിറ്റ്. ഉറങ്ങിപ്പോകരുത്. പ്രാണായാമം ഉജ്ജ്വലമായി 20 തവണ. ധ്യാനവും പ്രാർത്ഥനയും. ഹൃദ്രോഗികൾക്കുള്ള യോഗാസനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് പരസഹായം കൂടാതെ അവരവരുടെ ദിനചര്യകൾ നിർവഹിക്കാൻ സാധിക്കുന്നു. ഏവർക്കും ഇവിടെ പറഞ്ഞിരിക്കുന്ന യോഗ പരിപാടികൾ ധൈര്യമായി സ്വീകരിക്കാവുന്നതാണ്. ഏതെങ്കിലും അഭ്യസിക്കുമ്പോൾ എന്തെങ്കിലും വിഷമം നേരിടാൻ മട്ടിലായെങ്കിലും അനുഭവപ്പെട്ടാൽ അത് ചെയ്യാതിരിക്കുക. ഹൃദ്രോഗികളോടൊപ്പം മറ്റെന്തെങ്കിലും രോഗമുള്ളവർ അതിനനുസരിച്ച് ഭക്ഷണത്തിൽ വ്യത്യാസം വരുത്തേണ്ടതാവും. ഉദാഹരണം, പ്രമേഹ രോഗികൾക്ക് പഴം വർജ്യമാണ്. നിങ്ങൾക്കെല്ലാവർക്കും
ഞാൻ പറഞ്ഞ ഈ ഹൃദ്രോഗത്തിനെ കുറിച്ചുള്ള കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഇതിൻ്റെ ചികിത്സ അല്ലെങ്കിൽ യോഗ അഭ്യാസങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളിത് റിപ്പീറ്റ് അടിച്ച് കേൾക്കണം. കാരണം ഇത് വളരെ പ്രയോജനപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം നിങ്ങൾക്ക് അത് കുറഞ്ഞു വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന യോഗാഭ്യാസങ്ങളും ഭക്ഷണ രീതികളെ കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളിത് തുടർന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കുക, സമയം കിട്ടുമ്പോഴൊക്കെ. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കുക. അപ്പം അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബായ്.